ഒരു കഥ പറയാം. കുട്ടിക്കാലത്ത് എപ്പോഴാണ് നാഗാലാൻഡ് എന്നുള്ള പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അവിടെയുള്ള ആളുകൾ പാമ്പുകളെയാണ് ഭക്ഷിക്കുന്നതെന്നും നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളും പാമ്പിനെ തിന്നേണ്ടി വരുമെന്നും അതുപോലെ തന്നെ ഈ ലോകത്തിൻ്റെ ഏതോ ഒരറ്റത്തുള്ളൊരു കാട്ടിലാണ് ഈ നാഗാലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലമുള്ളതെന്നും അവിടെ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണെന്നും അങ്ങനെയുള്ള കുറേയധികം സ്റ്റോറികളൊക്കെ പണ്ട് തൊട്ടേ കേട്ടിട്ടുള്ള സ്ഥലമാണ് നാഗാലാൻഡ്. എൻ്റെ മോട്ടോർ സൈക്കിളുമായിട്ട് ഞാൻ നോർത്ത് ഈസ്റ്റ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 1 മാസം കഴിയാറായിട്ടുണ്ട്. ഇതിനിടെ ധാരാളം ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതും അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും നാഗാലാൻഡ് എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം ഒരിക്കലും മിസ് ചെയ്യരുതെന്നുള്ളൊരു കാര്യം ഉറപ്പിച്ചിട്ട് തന്നെയായിരുന്നു ഞാൻ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഫൈനലി ഞാനും എൻ്റെ മോട്ടോർ സൈക്കിളും നാഗാലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ് കേട്ടോ. എങ്ങോട്ട് പോകുന്നതെന്ന് അറിയത്തില്ല, ഏതൊരു സ്ഥലം കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞ് ബസ്സിൽ കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ. പോലെ നാഗാലാൻഡിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള കൊഹിമ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ എത്തിയ സമയത്താണ് ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നത്. ഞാൻ കേട്ട കഥകളിൽ നാഗാലാൻഡ് വളരെ വില്ലേജസും കാര്യങ്ങളൊക്കെ നിറഞ്ഞാണെങ്കിലും ഞാൻ എത്തിയ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡെവലപ്പായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. പുറമേ നിന്ന് വരുന്നത് നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇവിടെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു കാര്യം ഇവിടുത്തെ മാർക്കറ്റാണ്. ഇവർ കഴിക്കുന്ന ഭക്ഷണങ്ങളും ഇവിടുത്തെ രീതികളൊക്കെ നമ്മുടെയായിട്ട് വളരെയധികം ഡിഫറെൻ്റ് ആണ് കേട്ടോ. പിന്നെ ഒരു കാര്യം എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല, ഇവിടുത്തെ ആൾക്കാർ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള മാർക്കറ്റ് വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഈ മാർക്കറ്റിനെ പറ്റിയാണ് നമ്മൾ പണ്ടുതൊട്ടേ കേട്ടിട്ടുള്ള പാമ്പുകളും പട്ടീനെയൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ഇതിൻ്റെയൊക്കെ ഇറച്ചികളും കാര്യങ്ങളൊക്കെ ഡയറക്റ്റായിട്ട് കിട്ടും എന്നൊക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. സോ അങ്ങോട്ട് പോകാനായിട്ട് ഞാൻ തീരുമാനിച്ചു. കേരള यूट्यूब में മാവോ മാർക്കറ്റ് ഇതാണ്. ഓ, ഈ ഒരു മാവോ മാർക്കറ്റിൽ വെച്ചിട്ടാണ് ഞാൻ ഇവർ ആദ്യമായി കാണുന്നത്. കേരളത്തിൽ നിന്നാണോ എന്നുള്ളതായിരുന്നു അവരുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്രൈ करके खाता है, फ्राई भी करता है, बॉयल भी, सूखा बॉयल करके खाता है. ഇത് स्नैक भी खाता है ना? स्नैक भी, स्नैक इधर स्नैक तो नहीं मिलता है. नहीं मिलता है. ओ ओके ओके. कितना 1000 3500. ഓ, അങ്ങനെ ഇവരുമായിട്ട് കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് കേരളത്തിന് ഭയങ്കര ഇഷ്ടമാണെന്നും അവരിവിടെ വന്നിട്ടുണ്ടെന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നത്. എന്നെ സംബന്ധിച്ച് നമ്മൾ ഇത്രയും യാത്ര ചെയ്ത് നാഗാലാൻഡിൽ എത്തിയ സമയത്ത് അവിടുത്തെ ഒരാൾ ഞങ്ങൾ കേരളത്തിൽ പോയപ്പോൾ എടുത്ത ഫോട്ടോയാണെന്ന് പറഞ്ഞ് നമ്മുടെ എടപ്പള്ളി പള്ളിയുടെ മുന്നിലുള്ള ഫോട്ടോ കാണിച്ചു തരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അധികം സർപ്രൈസ് ആയി പോയി കേട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസം ഏകദേശം പകുതിയോളം ഞാൻ ഈ ഒരു കൊഹിമ ടൗണും മാർക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കറങ്ങി നടക്കുകയായിരുന്നു. നമ്മളിപ്പോൾ കൊഹിമയിലാണുള്ളത്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടപ്പോൾ കുറച്ച് കൊഹിമയിലുള്ള റൈഡേഴ്സ് നമ്മളെ മീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അപ്പോൾ നമ്മൾ അവരെ കാണാൻ പോവാണ്. ഒരു 4 കിലോമീറ്റർ അകലെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരെ അങ്ങോട്ട് പോവാണ്. അപ്പം നമുക്ക് പുതിയ കുറച്ച് റൈഡേഴ്സിൻ്റെ കൂടെ അവരേതോ ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലെറ്റ്സ് ഗോ. ഇവിടെ ഫുൾ ടൈം കോടമഞ്ഞിൽ ഇങ്ങനെ മൂടി നിൽക്കണതാണ് കേട്ടോ. കൊഹിമ ഒരു ടൗൺ കഴിഞ്ഞ് പിന്നെ കുറച്ച് ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വേറൊരു ചെറിയ ടൗൺ പോലെ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. നാഗാലാൻഡ് ഫ്രണ്ട്സ് വന്നിരിക്കുകയാണ്. സോ അമ്മാറൂടെ നമുക്കതിലൊരു ലൊക്കേഷൻ പിടിക്കാൻ പോവാം. ലെറ്റ്സ് ഗോ. കോട കയറിയേക്കാണ് കേട്ടോ. എന്നാൽ അവിടെ ചെല്ലുമ്പോഴത്തേനും ലൈറ്റ് ഉണ്ടാവും വളരെ ചാൻസ് കുറവാണ്. എൻ്റെ പൊന്നോ,
ലാൻഡ്സ്കേപ്പും ഒക്കെ കാണാം കേട്ടോ. ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്യണത് മുഴുവൻ കാടിൻ്റെ അകത്തോടെയാണ്. ചെറിയ മിന്നലും കാര്യങ്ങളൊക്കെ ഓൾറെഡി കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. റോഡിൽ മുഴുവൻ നമ്മുടെ മിഥുൻ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മളെ സ്ഥലത്തെയും തോന്നുന്നു. അങ്ങനെ നാഗാലാൻഡിലെ എൻ്റെ ആദ്യത്തെ രാത്രി കുറച്ച് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ഈ ആൾക്കാരുടെ കൂടെയായിരുന്നു കേട്ടോ സ്പെൻഡ് ചെയ്തത്. നാഗാലാൻഡിൻ്റെ കുറച്ച് വില്ലേജ് സൈഡ്സ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഇപ്പം ഞാൻ പോകുന്നത് കിസാമ എന്ന് പറഞ്ഞൊരു വില്ലേജിലേക്കാണ് കേട്ടോ. കിസാമ വില്ലേജിലാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹോൺബിൽ ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ആ ഒരു വില്ലേജ് ഇപ്രാവശ്യം പോയി കവർ ചെയ്യാം. എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് നോക്കാം. അവിടെ കുറച്ച് ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഹൗസസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതൊക്കെ കാണാൻ പറ്റുമെങ്കിൽ അതും കാര്യങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യണം. അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ ഉദ്ദേശം കേട്ടോ. ഏതോ I mean there is another way. No, this way can I go to Kisama village? Okay, thank you. ഒരു കല്ല് പാകിയ വഴികളൊക്കെയാണ് കേട്ടോ. ഹോൺബിൽ ഫെസ്റ്റിവൽസും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കേട്ടോ നടക്കുക. അവരൊക്കെ ഇപ്പോഴും അതിൻ്റെ സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങി. മണിപ്പൂർ അങ്ങനെ നമ്മുടെ ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്ന കിസാമ വില്ലേജിലാണ് ഞാനുള്ളത്. കാണുന്നതെല്ലാം പുതിയ പുതിയ അനുഭവങ്ങളാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ പുറകെ കാണുന്ന പോലെയുള്ള കുറേ അധികം ട്രൈബൽ ഹൗസസ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫെസ്റ്റിവലിൻ്റെ സമയത്ത് ഇവിടെ ഏകദേശം 17 ട്രൈബൽസാണ് വരിക. ഈ 17 ട്രൈബും വ്യത്യസ്തങ്ങളായ ഹൗസിലായിരിക്കും താമസിക്കുക. അങ്ങനെ ഒരു വീടിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. എല്ലാം തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ബാംബൂലാണ്. അവരുടേതായ രീതിയിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സിങ്ങും അവരുടേതായ ട്രഡീഷണൽ ആയിട്ടുള്ള ഡാൻസും നമ്മളെ സംബന്ധിച്ച് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം എല്ലായിടത്തും അറിയപ്പെടുന്ന ഒരു കാര്യമാണ്. ഇവിടെയുള്ള കുറേയധികം കുറച്ചുകൂടെ ഗ്രാമങ്ങളിലേക്ക് ഉള്ളിലേക്കൊക്കെ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ പോകാൻ സാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിലുള്ള ട്രഡീഷണൽ ഡ്രസ്സ് ചെയ്ത ആൾക്കാരൊക്കെ കാണാനും അവരുടെ കൂടെയൊക്കെ വർത്താനം പറയാനും അവരുടെ വീഡിയോ എടുക്കാനൊക്കെ സാധിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ വളരെ 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 കൈൻഡായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. നാഗാലാൻഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒരു അധികം അത്ര ഫ്രണ്ട്ലി അല്ലാത്ത ആൾക്കാരെന്നുള്ള ധാരണയായിരുന്നു എനിക്കുള്ളത്. പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോൾ മുതൽ ഇവിടെ കാണുന്ന ആൾക്കാരൊക്കെ നമുക്ക് ഫുഡ് ഓഫർ ചെയ്യുന്നു, പുതിയ പുതിയ സ്ഥലങ്ങൾ പറഞ്ഞു തരുന്നു. നമ്മൾ ആരോട് ചോദിച്ചാലും അവർ നമ്മളെപ്പറ്റി അറിയാനും സംസാരിക്കാനൊക്കെ വളരെയധികം താല്പര്യപ്പെടുന്ന ആൾക്കാരാണ്. സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഹോം ഫീൽ കിട്ടും കേട്ടോ. നിങ്ങളിവിടെ അതിഥിയായിട്ടല്ല, നിങ്ങളൊരു ഇവിടുത്തെ ഒരു ഫ്രണ്ടായിട്ട് തന്നെ ആയിരിക്കും ഇവർ നിങ്ങളെ ട്രീറ്റ് ചെയ്യുക. ഭൂമിയിൽ തന്നെ ഒരു രാജ്യമായിട്ടുള്ള ഇന്ത്യയുടെ അങ്ങേയറ്റത്തുള്ള ചെറിയൊരു സ്ഥലത്ത് നടക്കുന്ന ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ ആ ഒരു ഇവൻറ്റ് ലോകത്ത് എല്ലാവർക്കും അറിയപ്പെടണമെങ്കിൽ എത്രമാത്രം യുണീക്കായിരിക്കും അതൊന്നൊന്ന് ജസ്റ്റ് ആലോചിച്ചാൽ മതി. അപ്പോൾ നോർത്ത് ഈസ്റ്റ് എക്സ്പെഡിഷനിൽ ശരിക്കും നാഗാലാൻഡിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് അങ്ങനെ വലിയ പ്രതീക്ഷയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടുത്തെ ഓരോ ദിവസങ്ങളും ഇനിയും എന്തൊക്കെയോ കാണാനുണ്ട്, ഇനിയും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുണ്ടെന്നുള്ളൊരു ഫീലും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് വരുന്നത്. ഒരു സോളോ ട്രാവലറിനെ സംബന്ധിച്ച് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുക എന്നുള്ളതാണ്. പ്ലസ് നമ്മൾ ഇതുവരെ കാണാത്ത പുതിയ പുതിയ കാഴ്ചകൾ കാണുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ശരിക്കും ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ലൈഫ് ടൈം മെമ്മറിയാണ്. നമ്മുടെ ലൈഫിൽ എന്നും ഓർത്തിരിക്കുന്ന ഒരു മെമ്മറി ആയിട്ട് വേണേൽ പറയാൻ പറ്റും കേട്ടോ.
ഇവിടെയാണ്, പക്ഷെ വേറെ വഴിയില്ല നമുക്ക് പോവാതെ. ഇതിലുള്ള റോഡൊക്കെ കുറച്ച് സീനാണ് കേട്ടോ. ഈ റോഡ് നേരെ താഴേക്ക് ഏതോ റോഡായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇതിലേ പോകുന്നത്. കിഗ്വേമ എന്ന് പറഞ്ഞ വില്ലേജിലേക്ക് എൻ്റർ ചെയ്യാൻ പോകണം കേട്ടോ. വില്ലേജിൻ്റെ അകത്തോടെ അധികം സ്പീഡിൽ വണ്ടി ഓടിക്കരുതെന്ന് പ്രത്യേകം ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് പതുക്കെ വില്ലേജിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങ് പോവാം. താഴേക്ക് നൈസാണ് കേട്ടോ, കുറേ പാടങ്ങളായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. Sinking in, I know this feels right. Catching a breeze, love moving through me like a wildfire, like a wildfire. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇപ്പം നമ്മൾ നാഗാലാൻഡിലുള്ള അടുത്തൊരു ദിവസത്തിലാണ്. പക്ഷേ ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ഗ്രീൻ വില്ലേജ് എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അതിന് പിന്നെ ഫസ്റ്റ് നമുക്ക് പെട്രോളും കാര്യങ്ങളൊക്കെ അടിക്കാനുണ്ട്. ദെൻ നമുക്ക് ആ ഒരു വില്ലേജിലേക്ക് പോകാം. ഇവിടെ ഏകദേശം 22 കിലോമീറ്റർ ഉള്ളൂ, ബട്ട് ഇറ്റ്സ് ടേക്ക് അറൗണ്ട് 1 hour മുകളിൽ അവിടെ എത്താനായിട്ട് എടുക്കുമെന്നാണ് മാപ്പ് കാണിക്കുന്നത്. റോഡും കാര്യങ്ങളും എങ്ങനെ ഉണ്ടെന്നുള്ളത് ഓൺ ദ വെയിലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും നാഗാലാൻഡ് ഈസ് സോ നൈസ് ഗൈസ്, ഒരു രക്ഷയില്ല കേട്ടോ. ുള്ളൊരു വേറെ റൂട്ടുണ്ടായിരുന്നു, ബട്ട് ഞാൻ ഈ അകത്തോടെയുള്ള ഈ ഒരു റൂട്ടാണ് കേട്ടോ എടുത്തത്. ഇത് ഒട്ടും ടാറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല, ഫുൾ കല്ല് മാത്രം ബാക്കി വഴികൾ. വഴിയെടുക്കാൻ പോവാണ്. വില്ലേജ് റോഡ് ഫുൾ ചെളിയായിട്ടാണ് നമ്മൾ വെൽക്കം ചെയ്യുന്നത്. ഇവിടുത്തെ വഴികളെല്ലാം ഇങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു റോ ആൻഡ് റിയൽ ഫീൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ റോഡ് അടിപൊളിയാണ്. ചെക്ക് 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 ചെക്ക്. ഫുള്ള് കല്ല് പാതിയ വഴികളൊക്കെയാണ് കേട്ടോ ഇവിടെ. വില്ലേജ് എന്നറിയപ്പെടുന്ന കിങ്ങാവ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വില്ലേജിൽ എത്തിപ്പെടാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഇത് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് പാസും ഗൈഡും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ എത്തിയ സമയത്ത് നല്ല മഴയും കോടയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഗൈഡ്സും കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വില്ലേജിൻ്റെ അകത്തേക്കുള്ള പെർമിഷനും കാര്യങ്ങളും എനിക്ക് കിട്ടിയില്ല. ഇതിലെ കാണുന്ന കുറച്ച് വഴികളിലൂടെയൊക്കെ ഞാൻ എൻ്റെ മോട്ടോർ സൈക്കിളുമായിട്ട് റൈഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു കേട്ടോ.
സോ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ എൻ്റെ അമ്മോ, നമ്മൾ ഈ സ്വിറ്റ്സർലാൻഡിൻ്റെ ഒക്കെ വീഡിയോ കാണുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ പച്ചയുടെ ഇടയിൽ കൂടെ വെള്ളം ഒഴുകുന്നത്. അതുപോലത്തെ ഒരു സ്ഥലം കേട്ടോ. എക്സാക്ട്ലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വണ്ടി അങ്ങ് താഴെ ഉള്ളത്. ഞാൻ ചുമ്മാ നടന്ന് കയറി വന്നപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ കേട്ടോ. ഒരു രക്ഷയില്ല. ഈ വെള്ളം ഭയങ്കര ക്ലിയറുമാണ് കേട്ടോ. ഇതൊക്കെ അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഒരു ഭയങ്കര ഗുഡ് ഫീൽ കേട്ടോ. അല്ലാണ്ടിലുള്ള സൂപ്പ് ലേക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള വഴിയിലാണ് ആക്ച്വലി ഈ ഒരു സ്ഥലം കണ്ടത്. അപ്പോൾ പിന്നെ കുറച്ച് നടന്ന് ട്രെക്ക് ചെയ്ത് ഇങ്ങ് പോന്നു. ഈ വെള്ളം ഒഴുകി വരുന്ന വഴി കൂടെ തന്നെ കയറി ഇവിടെ എത്തിയിരിക്കുകയാണ്. ശരിക്കും ഇങ്ങോട്ട് ഫുൾ മഴയായിപ്പോയി. അതുകൊണ്ട് അധികം ഷോട്ടും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ DSLRും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാനേ പറ്റിയിട്ടില്ല. കാരണം ഫുൾ മഴയാണ് കേട്ടോ. ഇന്നത്തെ ദിവസം ഇറങ്ങിയപ്പോൾ തൊട്ടേ മഴയാണ്. അല്ലാതെ നമുക്ക് നൈസ് ഷോട്ടും കാര്യങ്ങളൊക്കെ എടുക്കാമായിരുന്നു. ബട്ട് സ്റ്റിൽ മഴയുടെ ആ ഒരു വൈബിൽ എൻജോയ് ചെയ്യുമ്പോഴും ഈ ഒരു സ്ഥലം അടിപൊളിയാന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നാഗാലാൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിൽ എക്സ്പെക്റ്റ് ചെയ്ത പോലെയല്ല കേട്ടോ ഈ സ്ഥലം വേറെ ലെവൽ ഫീലാണ്. വേറെ അധികം ആൾക്കാരൊന്നും എക്സ്പ്ലോർ ചെയ്യാത്ത പോലെ കിടിലൻ വൈബും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ നാഗാലാൻഡ്. I'm here with my new friend. Say hi to my channel. I need to. What's your channel name? I don't have any channel. You follow me from Instagram. Osispa. ഞാനിത് നാഗാലാൻഡിൽ എനിക്കൊരു പുതിയ ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരി ബസ്സിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. എങ്ങോട്ട് പോകുന്നതെന്ന് അറിയത്തില്ല. ഏതൊരു സ്ഥലം കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ബസ്സിൽ കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ. പോലെ മലയാളമൊന്നും അറിയത്തില്ല, അതുകൊണ്ട് എന്തുകൊണ്ടെങ്കിലും പറയാം. ഓക്കെ, then tell me where we are going now, the place name. റസിപ്പോയി. ഓക്കെ, റസിപ്പോയി എന്ന് പറഞ്ഞാൽ ഏതോ സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ എന്തൊക്കെയുണ്ട് കാണാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെ, ഞാനൊരു ബസ്സിലാണ്. അപ്പോൾ അങ്ങനെ നമുക്കൊരു ലോക്കൽ ബസ് യാത്രയും കൂടി ആയിട്ടുണ്ട്. Actually, I'm not a guide. She is my guide. Wait. Say something about. Suddenly it's raining. Not suddenly, it's raining every time, guys. This is Cherrapunji, not Nagaland. നാഗാലാൻഡിലുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അവർ ഡിന്നർ പോവാണ്. അപ്പോൾ നമ്മളിവിടെ ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ അവർ കാറിലാണ് ഉള്ളത്. അപ്പോൾ അതിനകത്ത് ലൈറ്റും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റത്തുണ്ടാവില്ല. Say hi. Hi. വെരി സ്ലോ ഹായ്. കുഴപ്പമില്ല, നമുക്ക് അവിടെ എത്തിയിട്ട് ചെറിയൊരു ലൈറ്റ് വന്നു. അവിടെ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവാണ്. അപ്പോൾ ഹോട്ടലിൽ എത്തിയിട്ട് എന്തൊക്കെയാണ് ഫുഡ് എന്ന് എനിക്ക് അറിയാൻ പാടില്ല. സോ ഇവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തന്നേക്കുന്നത്. എങ്ങനെയാവും എന്നുള്ളത് അവിടെ ചെന്നതിന് ശേഷം മാത്രം അറിയാൻ പറ്റുള്ളൂ. സോ അപ്പോൾ നമ്മൾ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഫുൾ ഫ്ലവേഴ്സൊക്കെ ഉള്ള ഹോട്ടൽ. I'm here. And this one. This is Sukha. What restaurant is this? Sakura. Sakura restaurant. Oh, this restaurant. I didn't have the food. But it looks nice. Yeah. We are waiting for the food. Yeah. Up to the dance. Okay. This is another dish. സോ ഗൈസ്, നമ്മളപ്പം നാഗാ താലി കഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരുടെ പ്ലേറ്റ് പിഷി പാൽത്ത. നാഗയിലെ കുറച്ച് ലാംഗ്വേജ് എനിക്ക് പറഞ്ഞല്ലോ. പിഷി പാൽത്ത കിസെ, പിഷി ദേശത്തെ കിസെ എന്ന് വെച്ചാൽ വെരി ഗുഡ് എന്നാണ് കേട്ടോ. റൈറ്റ്.
Bishi Baura Kaishe. Huh? Bishi Baura Kaishe. Bishi Vaira Kaiche means very nice food I ate, right? കഴിച്ച് ഇവിടെ ഒരു സാമ്യം ഉണ്ടോ? കഴിച്ച മീൻസ് കഴിച്ചോന്ന് തന്നെയാണ്. ഹൗസ് ദ ഫുഡ്? കഴിച്ച് ഫിഷി ബാ കഴിച്ച് Bishi Baura Kaishe. കഴിച്ച അച്ഛ Kaishe. Kaishe. ഹൈഷേ നാഗാ ലാംഗ്വേജ് കഴിച്ച ഫിഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഗുഡ്. അത് ഓൺലി തിങ് ആയില്ലേ. സോ നമ്മൾ ലൈറ്റിയും കുടിച്ച് ഇതൊക്കെ പോകണം. എല്ലാവരും പ്ലേറ്റ് കാലിയാണ്. ഷീ ate a lot. Yeah. This all rice she ate. Yeah. സോ ഒരു അടിപൊളി ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ലൈം ടീ ഒക്കെ കഴിച്ച് നമ്മൾ പതുക്കെ ഇറങ്ങാൻ പോവാണ്. അപ്പം സോ താങ്ക് യു സോ മച്ച്. നന്ദി. ഇൻ മലയാളം വി സേ നന്ദി. Huh? ഇൻ മലയാളം വി സേ താങ്ക് യു ഇൻ നന്ദി. Nani. നന്ദി. ആ Nani. നന്ദി നമസ്കാരം. Nani. Namaskar. അപ്പോൾ നമ്മൾ നാഗാലാൻഡിലുള്ള ഒരു ഡുസൂക്കു വാലി എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അത് ഭയങ്കര ഫേമസ് ആണ്. ഇപ്പം മഴയാണ്, അപ്പം അങ്ങോട്ട് കയറാമെന്ന് പറഞ്ഞിട്ട് ഡിഫിക്കൽട്ടാണ്. ബട്ട് നാഗാലാൻഡിലൊക്കെ ബൈക്കൊക്കെ എടുത്ത് എപ്പോഴും വരാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ. അപ്പം പിന്നെ അതും കൂടെ ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇൻസ്റ്റാഗ്രാം വഴി ഒരു സ്റ്റോറി വഴി കണ്ടത് ഒരു കണ്ണൂരിൽ നിന്നുള്ളൊരു ആള് ആക്ച്വലി ആൾ ബൊലോറോ എടുത്തിട്ട് നാഗാലാൻഡിൽ ഓൾറെഡി ഉണ്ട്. പുള്ളിക്കാരനെ ഞാൻ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഞാനിപ്പോൾ നേരെ ആളുടെ അടുത്തേക്കാണ് കേട്ടോ പോകുന്നത്. പ്രശ്നം എന്ന് വെച്ചാൽ ഈ ട്രക്കിങ്ങിന് പോകുമ്പോൾ നമ്മുടെ വണ്ടിയിൽ ഇത്ര ലഗേജും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ട്രെക്ക് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഏതെങ്കിലും ഹോം സ്റ്റേയിൽ പോയിട്ട് വണ്ടി വെച്ചിട്ട് പിന്നെ അവിടെ നമ്മളൊരു ബൊലേറയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റെൻറ്റിനെടുത്ത് ഈ പറഞ്ഞ ട്രക്കിംഗ് പോയിന്റിലേക്ക് പോയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ആളെ കണ്ടപ്പോൾ ആൾ പറഞ്ഞു നമുക്ക് വണ്ടിയിൽ സാധനങ്ങളൊക്കെ വെക്കാം, പുള്ളിയുടെ വണ്ടിയിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് മൂവ് ചെയ്യാം എന്ന രീതിയിലാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ അപ്പോൾ അവനും ആ സ്ഥലം പോയിട്ടില്ല, ട്രക്കിംഗ് സ്ഥലം പോയിട്ടില്ല. അപ്പോൾ പിന്നെ പറഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടുപേർ കൂടെ ഒരുമിച്ച് പോയാലോ എന്നുള്ളൊരു പ്ലാൻ ഞങ്ങൾ സംസാരിച്ച് നേരെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ലൈക്ക് ഈ ഒരു നാഗാലാൻഡ് സൈഡിലേക്ക് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഒരു മലയാളീനെ മീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പുള്ളി ഒരു ട്രാവലറാണ്. അപ്പം നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് വൈ ക്യാൻ വി ഗോ ടുഗദർ എന്ന് ചിന്തിച്ചപ്പോൾ ശരിയാണ്. അപ്പം പിന്നെ ഞാൻ മച്ചാൻ്റെ അടുത്തേക്ക് ഇപ്പം നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങോട്ട്